ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനം തന്നെ സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത്. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ഇതോടെ നടപ്പാകാതെ പോയത്. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ സംവിധം എത്തിച്ചതെന്നാണ് വിവരം. തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി. തുടർന്നായിരുന്നു മനോജ് എബ്രഹാമിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ഗവർണറുടെ ആവശ്യം അദ്ദേഹം അപ്പോൾ തന്നെ അംഗീകരിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. അതേസമയം ഗവർണറുടെ നീക്കത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുമില്ലെന്ന് കേരള CPI സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് Z+ സുരക്ഷയുണ്ടായിരുന്നു. ബീഹാറിൽ താൻ കണ്ട രാഷ്ട്രീയ ചലനാത്മകത ഇവിടെയും നിലനിൽക്കുമെന്ന് അർലേക്കർ അനുമാനിച്ചേക്കാം. പക്ഷേ ഇത് മറ്റൊരു രാഷ്ട്രീയ ഭൂമികയാണ്. അത് അദ്ദേഹം വൈകാതെ തിരിച്ചറിയും. ഇക്കാര്യത്തിൽ ഗവർണർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. രാഷ്ട്രീയമൊന്നും ഉൾപ്പെട്ടിട്ടില്ല. ജനുവരി 2-ന് കേരളത്തിന്റെ 23ാമത് ഗവർണറായാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തത്. RSS BJP അനുകൂല ഉദ്യോഗസ്ഥരെ സുരക്ഷാ റോളുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ഗവർണറുടെ പ്രവണത പഴയ മാതൃകയുടെ തുടർച്ചയാണ് എന്ന് വേണം വിലയിരുത്താൻ. സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിൽ മുൻപും കേരളത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1957-ൽ ഗവർണർ രാമകൃഷ്ണ റാവുവിന് ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ അധികാരമേറ്റ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായ EMS നമ്പൂതിരിപ്പാട് സർക്കാരുമായി വൈരുദ്ധ്യമുണ്ടായിരുന്നു. 1959-ൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനയുടെ 356-ാം അനുച്ഛേദ പ്രകാരം ക്രമസമാധാന പരാജയത്തിന്റെ പേരിൽ കേരള സർക്കാരിനെ പിരിച്ചുവിട്ടിരുന്നു. 1977-നും 1982-നും ഇടയിൽ കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ച ജ്യോതി വെങ്കിടാചലത്തിനും ചില ബില്ലുകളിൽ EK നായനാർ സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. എന്നിരുന്നാലും മുൻ ഗവർണർമാരും ആരിഫ് മുഹമ്മദ് ഖാന്റെ രീതിയിൽ സംസ്ഥാന സർക്കാരുമായി തുറന്ന പോരിന് ഇറങ്ങിയിട്ടില്ല.